VS Code ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബേസിക്കലി ഇതുപോലെ ഒരു വെൽക്കം പേജ് ആൻഡ് ഒരു സം റിലീസ് നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, സോ ഇതിലും ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറേ ബട്ടൺസ് കാണാൻ സാധിക്കും. അതായത് ഫയൽസിന് വേണ്ടിയിട്ട്, സെർച്ചിന് ഓപ്ഷന് വേണ്ടിയിട്ട്, ഡീബഗിങ്, എക്സ്റ്റൻഷൻസ്, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു ഫോൾഡർ, അതായത് ഞാനിപ്പം യൂഷ്വലി ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫോൾഡറിലായിരിക്കും അതെല്ലാം കീപ്പ് ചെയ്യുന്നത്, അല്ലേ, ഒരു പ്രൊജക്ട് ഫോൾഡർ. സോ സപ്പോസ് എനിക്ക് അങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക, സംവെയർ ഇൻ മൈ ഡോക്യുമെന്റ്സ്. ഓക്കെ, സോ VS Code ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്നത്, ഞാൻ ആ ഫോൾഡറാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫയലിൽ പോവുക, ഓപ്പൺ ഫോൾഡർ കൊടുക്കുക, എന്നിട്ട് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ആ ഫോൾഡറാണ് ഇവിടെ ഓപ്പൺ ആയി വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആസ് ഓഫ് നോ ഫയൽസ് ഒന്നും ഇല്ല. വെൽക്കം പേജ് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഫയൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ empty ആയിട്ട് കാണിക്കുന്നത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ഫോൾഡേഴ്സ് ആഡ് ചെയ്യാം, അഡീഷണൽ ഫയൽസ് ആഡ് ചെയ്യാം. അങ്ങനെ അതിനൊക്കെയാണ് ഈ ഒരു ബട്ടൺസ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിലിപ്പം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് പൈത്തൺ ഫയലായിട്ട്. സോ ഇവിടെ സം നോട്ടിഫിക്കേഷൻസ് ആർ കമ്മിങ് വിച്ച് യു ക്യാൻ ക്ലോസ്. ഇവിടെ എനിക്ക് സിമ്പിൾ പൈത്തൺ കമാൻഡ്സ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം, സേവ് ചെയ്യാം. സോ ഇവിടെ ഇപ്പം ഒരു അഡീഷണൽ ചേഞ്ച് വന്നാൽ ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ ഒരു ഡോട്ട് സിമ്പിളാണ് വന്നേക്കുന്നത്, അതൊരു വൈറ്റ് ഡോട്ട് വന്നേക്കുന്നത്, വിച്ച് മീൻസ് അൺസേവ്ഡ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആ ഫയലിന് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ കൺട്രോൾ എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ ലേറ്റസ്റ്റ് ചേഞ്ചസ് സേവ് ആയിക്കോളും. സോ എനിക്കിങ്ങനെ എത്ര ഫയൽസ് വേണമെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോൾഡറിൻ്റെ അകത്ത് ഒരു ഫയൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സെലക്ട് ദിസ് ഫോൾഡർ ആൻഡ് ദെൻ പ്രസ് txt ഓർ ഫയൽ ബട്ടൺ. സോ ഇതിൻ്റെ അകത്തായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. എനിക്കിത് ഫുൾ വ്യൂ വേണ്ട, ഇത് ജസ്റ്റ് കംപ്രസ് ചെയ്ത് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ക്ലിക്ക് ദിസ് ആരോ കീ. സോ ഈ ഫോൾഡറിന് പുറത്തുള്ളത് മാത്രമേ കാണിക്കൂ. അതിനുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. സോ മൾട്ടിപ്പിൾ വിൻഡോസിൽ ഇതെല്ലാം ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് അറ്റ് എ ടൈം ഡിഫറെൻറ്റ് ഫയൽസിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് അറിയേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടെർമിനൽ എന്ന് പറയുന്ന ഫീച്ചറാണ്. അതായത് ഇവിടെ ഒരു മെനു ബാറിൽ നിങ്ങൾക്ക് ഫയൽ, എഡിറ്റ്, സെലക്ഷൻ, വ്യൂ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് ടെർമിനൽ എന്ന് പറയുന്ന മെനുവിൽ പോയിട്ട് ന്യൂ ടെർമിനൽ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെർമിനൽ, അതായത് നേരത്തെ നമ്മൾ കണ്ട കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഒരു കൈൻഡ് ഓഫ് വിൻഡോ ആയിരിക്കും ഇവിടെ വരിക. സോ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ വിൻഡോസും മൾട്ടിപ്പിൾ ടെർമിനൽസും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ്, എന്തെങ്കിലും ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു ടെർമിനൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ അത് കൂടാണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട്. അതായത് ഈ സ്ക്രിപ്റ്റ് എനിക്ക് എൻ്റയർലി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പ്രസ് ദിസ് പ്ലേ ബട്ടൺ. സോ ഇത് ജസ്റ്റ് പ്രിന്റ് ഹെലോയ്ക്കുള്ള ഒരു കമാൻഡാണ്. സോ അത് റൺ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെ ഈ ടെർമിനലിലാണ് എനിക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി VS Codeൽ ഉള്ള ഒരു ഫീച്ചർ അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് അതിൽ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾഡർ, അതായത് നമ്മുടെ നോട്ട്സിന് വേണ്ടി കീപ്പ് ചെയ്യുന്ന ഫോൾഡർ എൻ്റെ ഡോക്യുമെൻറ്റ്സിലുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഫോൾഡറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ അകത്തെ ഫയൽസ് ഒക്കെ എനിക്ക് കാണാൻ സാധിക്കും. ഇതിൽ മാർക്ക് ഡൗൺ ഫയൽ ഉണ്ടെങ്കിൽ ആ മാർക്ക് ഡൗൺ ഫയലും എനിക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും.
ഈ മാർക്ക് ഡൗൺ ഫയലിൻ്റെ പ്രിവ്യൂ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് ഡൗൺ ഫയൽ ആക്ച്വലി എങ്ങനെയാണ് അപ്പിയർ ചെയ്യുക, ആക്ച്വൽ അതായത് ഹാഷും ഹൈപ്പർ ലിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ടിൽ വരിക എന്നുള്ളത് ഈ ഒരു പ്രിവ്യൂ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ.